മിലാൻ ഡെർബിയുടെ ചരിത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അവരുടെ ചരിത്രത്തിലെ മികച്ച പോരാട്ടങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മിലാനിലെ ചുവപ്പും നീലയും തമ്മിലുള്ള ശക്തമായ പോരാട്ടം തുടങ്ങുന്നത് 1950 കാലഘട്ടം മുതലാണ്. അക്കാലയളവിൽ നടന്ന ഒരു മത്സരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1949 നടന്നൊരു പോരാട്ടം. ഇറ്റലി മാത്രമല്ല, ഫുട്ബോൾ ലോകം തന്നെ ഞെട്ടിയൊരു രാത്രിയായിരുന്നു അത്. 11 ഗോളുകൾ കണ്ട മത്സരം നമ്മളിൽ പലരും ഓർക്കണമെന്ന് പോലുമില്ല. സാൻസിറോ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ മത്സരത്തിൽ അന്നത്തെ AC മിലാൻ മികച്ച ടീമായിരുന്നു. ഗ്രേ നോലി എന്നറിയപ്പെടുന്ന സഖ്യം ഇറ്റലിയെ വിറപ്പിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഇത്രയും ഭയാനകമായൊരു ടീമിനെ നേരിടാനായിരുന്നു അന്നത്തെ ഇന്റർ മിലാൻ സാൻസിറോയിൽ ഇറങ്ങിയത്. മത്സരം തുടങ്ങിയ 7 മിനിറ്റ് ആയപ്പോഴേക്കും അത് യാഥാർത്ഥ്യമാകുന്നതാണ് കണ്ടത്. എൻറിക്കോ കാൻഡിയാനിലൂടെ റോസനരികൾ 2 ഗോളുകൾക്ക് മുന്നിലെത്തി. എന്നാൽ ഉടൻ തന്നെ ഇന്റർ തിരിച്ചടിച്ചു. 10-ാം മിനിറ്റിൽ ഹംഗേറിയൻ ഗോൾ മെഷീൻ ഇസ്റ്റവാൻ നിയേഴ്സിലൂടെ ഇന്റർ 1 ഗോൾ തിരിച്ചടിച്ചു. എന്നാൽ പിന്നീടുള്ള 10 മിനിറ്റുകൾ മിലാനുള്ളതായിരുന്നു. മത്സരത്തിന്റെ 14-19 മിനിറ്റുകളിൽ നോർദാലിന്റെയും ലൈറ്റ് ഹോമിന്റെയും ഗോളിലൂടെ റോസനരികൾ ഇന്ററിനെ ഞെട്ടിച്ചു. മത്സരം തുടങ്ങി 20 മിനിറ്റുകളിനുള്ളിൽ 4 ഗോളുകളാണ് മിലാൻ ഇന്ററിന്റെ ഗോൾ വലയിൽ നിക്ഷേപിച്ചത്. ഇന്റർ തകർന്നടിയുകയാണെന്ന് എല്ലാവരും കരുതി. എന്നാൽ മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ അവസാനം ഇന്റർ ശക്തമായി തിരിച്ചു വന്നു. അമാഡയും നിയേഴ്സും ഓരോ ഗോളുകൾ നേടി ഇന്ററിനെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 3-നെതിരെ 4 ഗോളുകൾക്ക് AC മിലാൻ മുന്നിൽ. എന്നാലും അവസാനം നേടിയ 2 ഗോളുകൾ ഇന്റർ പ്രതീക്ഷ വെച്ചു. മത്സരത്തിലേക്ക് തിരിച്ചു വരാമെന്ന് അവർ കരുതി. അങ്ങനെ തന്നെ സംഭവിച്ചു. മത്സരം തുടങ്ങി 5 മിനിറ്റ് ആയപ്പോഴേക്കും അമാഡ വീണ്ടും രക്ഷകനായി അവതരിച്ചു. ഇന്ററിനായി 4-ാം ഗോൾ, കൂടാതെ സമനില ഗോളും. ഇനിയും മത്സരം അവസാനിക്കാനായി 40 മിനിറ്റോളം ബാക്കി നിൽക്കെ ഇരു ക്ലബ്ബുകളും കൂടി നേടിയത് 8 ഗോളുകളായിരുന്നു. മത്സരം ആര് കൊണ്ടുപോകുമെന്ന ആകാംക്ഷയിലായിരുന്നു കണ്ടിരുന്ന എല്ലാ ആരാധകരും. 58-ാം മിനിറ്റിൽ AC മിലാനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്റർ അടുത്ത ഗോളും അടിച്ചു. ലോറൻസിയോയുടെ വകയായിരുന്നു ഇന്ററിന്റെ 5-ാം ഗോൾ. എന്നാൽ അധികം വൈകാതെ മിലാനും തിരിച്ചടിച്ചു. അന്നോവാസിയുടെ ഗോളിൽ മിലാൻ സമനില പിടിച്ചു. മത്സരം കൂടുതൽ ത്രില്ലിംഗ് ആയി. ഇനിയും എത്ര ഗോളുകൾ വരുമെന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകരും. 2 ടീമുകളും കട്ടയ്ക്ക് കട്ട നിന്ന മത്സരത്തിൽ അവസാനം ഇന്റർ വിജയ ഗോളും നേടി. മത്സരത്തിന്റെ 64-ാം മിനിറ്റിൽ അമാഡയുടെ ഹാട്രിക് ഗോൾ ഇന്ററിന് ചരിത്രതുല്യമായ വിജയം സമ്മാനിച്ചു. ഒരു ഘട്ടത്തിൽ 4 ഗോളുകളോളം പിന്നിൽ പോയ ഇന്റർ ശക്തമായി തിരിച്ചുവന്ന മത്സരം കൂടിയായിരുന്നു അത്. കൂടാതെ 11 ഗോളുകൾ വന്ന ത്രില്ലർ മത്സരം. പിന്നീട് അങ്ങോട്ട് സമയമുണ്ടായിരുന്നിട്ടും ഇരു ക്ലബ്ബുകൾക്കും ഗോളുകൾ നേടാനായില്ല. എന്നാലും ഒരു ത്രില്ലർ പോരാട്ടം തന്നെയായിരുന്നു ആ മത്സരം. ഇക്കാലയളവിൽ ഇങ്ങനെയൊരു മത്സരം കാണാൻ പറ്റുമോ എന്നതും സംശയമാണ്. 1984 അരങ്ങേറിയ ഒരു കിടിലൻ പോരാട്ടമാണ് പറയാൻ പോകുന്നത്. ആ മത്സരത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒത്തുകളി വിവാദത്തിൽ അകപ്പെട്ട് ആടി ഉലകയായിരുന്നു അന്നത്തെ മിലാൻ ടീം. സീരിയ ബിയിലേക്ക് തരം താഴ്ത്തപ്പെടുക വരെ ചെയ്തു. അതുമാത്രമല്ല, ആ മത്സരത്തിന് മുമ്പുള്ള 6 വർഷക്കാലമായി ഇന്ററിനെ തോൽപ്പിക്കാൻ റോസനരികൾക്ക് ആയിട്ടുമില്ലായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു റോസനരികൾ ഇന്ററിനെ നേരിടാൻ ഇറങ്ങിയത്. മത്സരം തുടങ്ങി ആദ്യ 10 മിനിറ്റിൽ തന്നെ അത് പ്രകടമാവുകയും ചെയ്തു. AC മിലാനെ തകർത്തുകൊണ്ട് ഇന്റർ ആദ്യ ഗോൾ നേടി. അലക്സാൻഡ്രോ ആൾട്ടോ ബെന്നി നേടിയ ഒരു ഡൈവിംഗ് ഹെഡറിലൂടെ ഇന്റർ ലീഡെടുത്തു. എന്നാൽ മിലാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ക്ലബിൻ്റെ തകർച്ചയിൽ നിന്ന് ഒന്ന് കരകയറാൻ വേണ്ടി അവർ പോരാടി. അതിൻ്റെ ഫലമായി അവർ ഗോളും നേടി. 33-ാം മിനിറ്റിൽ അഗസ്റ്റിനാനോ ഡി ബാർട്ടിലോമിയിലൂടെ മിലാൻ സമനില പിടിച്ചു. അതോടെ മത്സരത്തിലേക്ക് തിരിച്ചു വരാമെന്നുള്ള റോസനരികളുടെ ദൃഢനിശ്ചയം ഫലം കൊണ്ടു. മാർക്ക് ഹാറ്റ്ലിയുടെ ഒരു മനോഹര ഹെഡർ മിലാന് ചരിത്ര വിജയം നേടിക്കൊടുത്തു. തകർന്നിരിക്കുന്ന ഒരു ടീമിന് പുത്തനുണർവും തിരിച്ചു വരാനുള്ള ഊർജവുമായിരുന്നു മിലാൻ നേടിയ ആ വിജയം. മിലാൻ ഡെർബികളിലെ ഒരു ചരിത്രതുല്യമായ മത്സരമാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു പക്ഷേ മിലാൻ ഡെർബിയിലെ ഏറ്റവും ആവേശകരമായ മത്സരം തന്നെ ഇതെന്ന് പറയാം. 2005 അരങ്ങേറിയ ചാമ്പ്യൻസ് ലീഗ് മത്സരം. തീക്കളിയായ മത്സരം. മിലാനെതിരെ ആദ്യ പാദത്തിലെ 2-0 പരാജയം മറികടക്കാൻ ഇന്ററിന് കഴിയുമോ എന്നറിയാൻ ഏകദേശം 82,000 ആളുകളാണ് അന്ന് സാൻസിറോ സ്റ്റേഡിയത്തിലെത്തിയത്. എന്നാൽ മത്സരത്തിന്റെ 30 മിനിറ്റിൽ മിലാൻ ലീഡെടുത്തു. ആൻഡ്രേ ഷെവ്ചെങ്കോ നേടിയ ഗോളിൽ മിലാൻ മുന്നിലെത്തുകയായിരുന്നു. ആ ഗോൾ വന്നതോടെ ഇന്ററിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചെന്ന് എല്ലാവരും കരുതി. എന്നാൽ മത്സരത്തിന്റെ 72-ാം മിനിറ്റിൽ ആരാധകരെ ഇളക്കി മറിച്ചുകൊണ്ട് ഇന്റർ ഗോൾ നേടി. കാമ്പിയാസോയുടെ അത്യുഗ്ര ഹെഡർ ഗോളായിരുന്നു ഇത്. എന്നാൽ റഫറി ആ ഗോൾ നിരസിക്കുകയായിരുന്നു. ഇത് കണ്ട ഇന്റർ ആരാധകർ അടങ്ങിയിരുന്നില്ല. അവരുടെ രോഷം അണപൊട്ടി. ചെറിയ ഫയർ ബോൾസോടൊപ്പം കയ്യിൽ കിട്ടിയതെല്ലാം അവർ ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ അതിലൊരു തീപ്പന്തം AC മിലാൻ ഗോളിയായിരുന്ന ദിദിയുടെ തോളിൽ വന്ന് പതിക്കുകയായിരുന്നു. അതുകൂടിയായപ്പോൾ മത്സരം നിർത്തിവെച്ചു. പിന്നീട് മത്സരം 3-0 മിലാൻ ജയിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു.
ആ മത്സരത്തിനിടെ ആരോ എടുത്ത ചിത്രം ഇന്നും ഫേമസ് ആണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും റൂയി കോസ്റ്റയും മറ്റരസിയും നിൽക്കുന്ന ആ ചിത്രം. ആ വൈറലായ ചിത്രം പിറവിയെടുത്തത് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലായിരുന്നു. 2 മിലാൻ ക്ലബ്ബുകൾ തമ്മിലുള്ള ഉപേക്ഷിക്കപ്പെട്ട ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിന് ശേഷമുള്ള ആദ്യ ഡെർബിയാണ് പറയാൻ പോകുന്നത്. സ്വാഭാവികമായി ആ മത്സരത്തിന് തീവ്രത ഉണ്ടാകുമെന്ന് പറയേണ്ടതില്ല. ആരാധകരും നല്ലൊരു പിരിമുറുക്കത്തിലാണ് മത്സരം കാണാൻ എത്തിയത്. മത്സരം തുടങ്ങി ആക്രമണ വീര്യം ഇരു ടീമുകളും പുറത്തെടുത്തു. നല്ല ചാൻസുകൾ ഇരു ടീമുകൾക്കും ഉണ്ടായി. എന്നാൽ മത്സരത്തിൽ ആദ്യ വെടിപൊട്ടിച്ചത് ഇന്ററായിരുന്നു. 28-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ആഡ്രിയാനോ ഇന്ററിനെ മുന്നിലെത്തിച്ചു. തുടർന്ന് ഉണർന്നു കളിച്ച AC മിലാൻ സമനില പിടിച്ചു. ആൻഡ്രി ഷെവ്ചോങ്കിയായിരുന്നു പെനാൽറ്റിയിലൂടെ AC മിലാനെ ഒപ്പമെത്തിച്ചത്. എന്നാൽ രണ്ടാം പകുതി മത്സരം കൂടുതൽ കടുപ്പമാക്കി. ഇരു ടീമുകളും കളം നിറഞ്ഞു കളിച്ചു. തുടർന്ന് 58-ാം മിനിറ്റിൽ ഇന്റർ മിലാൻ വീണ്ടും ലീഡെടുത്തു. സ്കോർ 2-1 ആയപ്പോൾ AC മിലാനും വീറോടെ കളിച്ചു. അതിൻ്റെ ഫലമായി 85-ാം മിനിറ്റിൽ അവർ വീണ്ടും മത്സരം സമനിലയിലാക്കി. സമനിലയിലേക്കാണ് മത്സരം പോകുന്നതെന്ന് എല്ലാവരും കരുതി. എന്നാൽ ജയിക്കാനായി ഇരു ടീമുകളും പോരാടി. പക്ഷേ ഇപ്രാവശ്യം വിജയം ഇന്ററിനോടൊപ്പം നിന്നു. ഇഞ്ചറി ടൈമിൽ ആഡ്രിയാനോ വീണ്ടും ഇന്ററിൻ്റെ രക്ഷകനായി അവതരിക്കുകയായിരുന്നു. ആ ഗോളോടെ ഇന്ററിന് രാജകീയ വിജയം നേടാനുമായി. അതുകൂടാതെ ചാമ്പ്യൻസ് ലീഗിലെ പരാജയത്തിന് മധുരമായി പ്രതികാരം നടത്താനും ഇന്ററിനായി. ഇതൊക്കെയാണ് ഞാൻ തിരഞ്ഞെടുത്ത കിടിലൻ പോരാട്ടങ്ങൾ. ഇതുകൂടാതെ വമ്പൻ മത്സരങ്ങൾ ഇരുവരുടെ ചരിത്രത്തിലും ഉണ്ടായിട്ടുണ്ട്. വമ്പൻ മാർജിനുകളിൽ ഇരു ടീമുകളും ജയിച്ച മത്സരങ്ങളും ഉണ്ടായിട്ടുണ്ട്. മിലാൻ ഡെർബിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോരാട്ടങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ പറയാത്തതിൽ ഏതെങ്കിലും പോരാട്ടങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ see you.